വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ ഗൈസ് ഇന്ന് നമ്മൾ അമലേട്ടന്റെ ഹോം ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഡേ 1 ആണ് ഗൈസ്. ഇന്നലെ നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇന്നലെ എത്തി നമ്മള് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് നമ്മള് ഫുഡൊക്കെ കഴിച്ചു, കേക്ക് കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു, വെള്ളം കുടിച്ചു, മിഠായി കഴിച്ചു. അങ്ങനെ ഒരുപാട് പണികൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. ഞങ്ങളുടെ സ്വഭാവം ഇതായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഉച്ചയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ കണ്ണൂര് വന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാതിരിക്കാൻ പറ്റില്ല. അതെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് അങ്ങോട്ടാണ്, പറശ്ശിനിക്കടവാണ്. പറശ്ശിനിക്കടവാണ് നമ്മൾ പോവാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഫുഡ് കഴിച്ചിട്ട് നമ്മള് അങ്ങനെ മുത്തപ്പന്റെ അടുത്താണ് ആദ്യം പോകാൻ പോകുന്നത്. അവിടെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ അതിന്റെ അടുത്ത് തന്നെയാണ് സ്നേക്ക് പാർക്ക് ഒക്കെ ഉള്ളത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പോവാം. അപ്പൊ നേരെ വിട്ടാലോ? അത്ര വലിയ താല്പര്യം ഇല്ലെങ്കിലും രസല്ലേ. അതിന് സ്നേക്ക് മാത്രമല്ല, വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. കൈ തരുന്നൊക്കെ പറഞ്ഞു. എന്റെ കയ്യിൽ വാങ്ങണമെന്നൊരു ആഗ്രഹം. സത്യം പറയാമല്ലോ, അതിന്റെ മുകളിലിരിക്കുകയാണ്. നമ്മളിപ്പോ കാക്കിന് വണ്ടി വാഷിന് കൊടുത്തിട്ട് എല്ലാരും കൂടെ ഈ വണ്ടിയിലാണ് ഗൈസ് പോകുന്നത്. അപ്പൊ ഇറങ്ങാം. ഇവരെല്ലാരും കൂടെ അമലേട്ടന്റെ വീട്ടിലേക്ക് കാറ് നോക്കാണ്. അപ്പൊ അതിന് വേണ്ടി പോയതാണ് കേട്ടോ. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ് കേട്ടോ. ഇവര് 3 ആളും അമ്പലത്തിൽ പോവാനുള്ളത് കൊണ്ട് മുണ്ട് കൊടുത്തിട്ടാണ് ഗൈസ്. ബഹുമാനിച്ചതാണ് കേട്ടോ. പോവാ. ഇവിടെ ഭയങ്കര സ്പെഷ്യൽ നല്ല അടിപൊളി ഫുഡ് ഉണ്ടെന്നാണ് അമലേട്ടൻ പറഞ്ഞത്. അതെ, എന്നിട്ട് ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന സ്പെഷ്യൽ നല്ല ടേസ്റ്റ് ഉണ്ടോ നമുക്ക് നോക്കിട്ട് പറയാം. ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ട് ഗൈസ്. ഇത് സാലഡ്സാ, ഹമ്മൂസ്, അറബിക് സാലഡ്, ഇവിടെ സാലഡ്, പിന്നെ ഇതൊക്കെ പ്രോൺസ്, കിഴി, മട്ടൺ, കാന്താരി. ഇതൊരു വ്യത്യസ്ത വൈബുള്ള സ്ഥലം കേട്ടോ. മോളിൽ ലൈറ്റ്സ് ഒക്കെ നോക്കിയേ, നല്ല രസമുണ്ടല്ലേ. അപ്പം, പിന്നെ ചെമ്മീൻ മാങ്ങാ കറി. അത് അണക്ക് പറ്റൂല, അണക്ക് വേറെ എന്തെങ്കിലും വാങ്ങാം. എനിക്ക് അപ്പവും ചിക്കൻ കറിയും മതി. ഓക്കെ, ചെട്ടിനാട് മതി. നിങ്ങളെന്താ കഴിക്കുന്നത്? ശരി, നിങ്ങളെന്താ കഴിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ നാടൻ ഫുഡും അറബിക് ഫുഡും തമ്മിൽ തല്ലാണ്. അത് ശരി, കണ്ടെത്താൻ തോന്നിയില്ല. ഇവൻ പറയാണ് നാടൻ ഫുഡ് കഴിച്ചൂടെ എനിക്ക്. ഇവൻ കഴിക്കുന്നതിനെക്കാളും കൂടുതൽ നാടൻ ഫുഡ് കഴിക്കുന്നത് ഞാനാണ്. എന്നിട്ട് ഇപ്പൊ ഞാൻ അറബിക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോ സമ്മതിക്കില്ല. അല്ല, സമ്മതിക്കത്തില്ല. ഡയലോഗ് കഴിക്കാൻ എനിക്ക് വല്ലപ്പോഴൊക്കെ നാടൻ ഫുഡ് കഴിച്ചൂടെ മാത്രമേ. നമുക്ക് നാടനായിട്ട് മട്ടൻ റാനും നാടൻ മട്ടൻ റാനും മറ്റേ ബട്ടർ നാനും. മട്ടൻ റാനോ ബട്ടർ നാനല്ല, മട്ടൻ റാനും ബട്ടർ നാനും. മട്ടൻ റാനും അപ്പവും ചെമ്മീൻ മാങ്ങട്ട കറി. അഞ്ച് എനിക്ക് ഇത് മതി. ഞങ്ങൾ അപ്പം ചിക്കൻ കറി, ഞാൻ അപ്പം ചിക്കൻ കറി, 5 അപ്പം എന്തോ ഒരു മാങ്ങാക്കറി. അങ്ങനെ നമ്മുടെ മട്ടൻ റാന് വന്നിട്ടുണ്ട്. ഈശ്വര്യ, ഈ മട്ടൻ റാനല്ലേ പറഞ്ഞേ ഗൈസ്. ഞാൻ ടിക്കി ബട്ടർ നാനോ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ആഗ്രഹം ടിക്കി ബട്ടർ നാനോ തിന്നാൻ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സലൂന് ഇഷ്ടമായി? ഞങ്ങളെ ചിക്കനും അപ്പമാണോ ഇത്? നൈസ് പത്തിരി. ഇത് ചിക്കൻ. അപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കിയ ഞാന് അപ്പവും പിന്നെ ചെട്ടിനാട് ചിക്കൻ കറി. കിട്ടിന ടേസ്റ്റ്. ചെമ്മീൻ മാങ്ങ കറി, അപ്പവും ഇവരൊക്കെ പിന്നെ ഒരേപോലത്തെ സാധനം തന്നെ. എല്ലാരും കൂടെ മട്ടൻ ഞങ്ങള് 3 ആളും മാത്രം അത് കഴിക്കുന്നത്. എങ്ങനെ ടേസ്റ്റ് പറയും? ഭീകര ടേസ്റ്റ് എന്നാ പറയുന്നത്. അമലേട്ടന് ഓരോ പ്രാവശ്യം ഓരോ പരിചയം അമലേട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭീകര ടേസ്റ്റ് വേണം. 5 അടുത്ത് ഇരുന്നാൽ മതി. ആദ്യം പറഞ്ഞ നാടൻ വാങ്ങിച്ച് കഴിച്ചോന്ന്. ഓണപ്പം അറബിക് ഫുഡിലേക്ക് പോകും.
ഓട് വാങ്ങിയ അറബി ഫുഡ് മൊത്തം പ്ലേറ്റിലതാ. ഞാൻ തിന്നത് ഇത് മൊത്തം തിന്നോ? ഈ 4 പീസ് തിന്നോ? അതായത് 4 പീസാ ഞാൻ വന്നപ്പോ എടുത്തിട്ടുള്ളൂ. ഞാൻ എനിക്ക് തന്നാ കഴിക്കും കേട്ടോ. എനിക്ക് വെള്ളപ്പം ഇനി വേണം. കറി ഫുള്ള് കൂട്ടും, ചിക്കൻ മാത്രമേ ഉണ്ടാവും. ചിക്കൻ മാത്രമേ ഉണ്ടാവും, ബാക്കി എഴുത്താൻ ഉണ്ടാവും. ഡയലോഗ് ചിക്കൻ പൊരിച്ചത് നോക്കി ഇത് കണ്ടോ, ഈ ചിക്കൻ പൊരിച്ചതിന്റെ മുകളിൽ ഇത്രയും സാധനങ്ങൾ ബാക്കി ഉണ്ടാവും. വാങ്ങിയ ചിക്കൻ കറി ചിക്കൻ മൊത്തം ഇരുന്നു. ചിക്കൻ കറി ചിക്കൻ ഞാൻ തിന്നു, എനിക്ക് കറി ഗ്രേവി മാത്രം വാങ്ങിയാൽ പോരെ. മതി. ചിക്കൻ കറിന് ഒത്തിരി ചാറ് വരുമെന്ന് വെക്കാം. എല്ലാ ഒത്തിരി ചാറ് മാത്രം മതി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ ഒരു ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം ഓർഡർ ചെയ്താണ്. നല്ല ടേസ്റ്റ്. ഇവർക്ക് വലിയ കൈസ് തിന്നുണ്ട്. അതിന്റെ മുകളിൽ കലുത് തന്നാ ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഞാൻ ഇവര് തിന്നുന്നോണ്ട് തിന്നുന്നു, അത്രേ ഉള്ളൂ. ഇതെന്താ അറിയോ, ഇത് ഫലൂദയല്ല, ഇത് ഇവിടുത്തെ റോയൽ ഫ്രൂട്ട് സാലഡാണ്. ഇതിൽ നട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അല്ല കേട്ടോ പറശ്ശിനിക്കടവേക്ക്. അപ്പൊ നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് അമ്പലത്തിലേക്ക് പോവാണ്. അവിടെ ബോട്ടിംഗ് ഉണ്ട്. നേരമ്പോൾ അമ്പലത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടുത്തെ ചന്തയൊക്കെ കണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സാവധാനത്തിൽ നമ്മൾ തിരിച്ചു വരുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ ഒരാൾക്ക് വയ്യ, ഒരാൾക്ക് ഡസ്റ്റ് അലർജി ആയിട്ട് തീരെ വയ്യാതിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, ഇവിടെയാണ് വിസ്മയ വാട്ടർ തീം പാർക്ക് വരുന്നത്. അപ്പൊ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകണ്ടിലൊക്കെ ഫുള്ള് നല്ല വഴി ഗൈസ്. അതാ പറശ്ശിനിക്കടവ് ടെമ്പിൾ 1.6 കിലോമീറ്റർ. ഇവിടെയാണോ? മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. ഇതുവഴിയാണ് ബസ്സിലിരുന്ന ആൾക്കാർ ഇറങ്ങി നടക്കുക. എന്ന് വെച്ചാല് പണ്ട് ഞാനും എന്റെ ഫാമിലിന്റെ കൂടെ ഞാനും അമ്മമ്മയും മമ്മിയും മാമനും എല്ലാരും ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് നടന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്കല്ലേ പോണ്ട്. ഇതിലൂടെ പോണ്ടേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ വഴിയാണ് കഴിച്ച് പോണത്. അങ്ങനെ കഴിച്ച് നമ്മള് പറശ്ശിനിക്കടവ് എത്തി. ഇവിടെ ഫുള്ള് നായ്ക്കളുണ്ടാവും കേട്ടോ. അതൊക്കെ അറിയില്ലേ, അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതാണ് അമലേട്ടൻ പറഞ്ഞ ചന്ത. ഇവിടുന്ന് അങ്ങനെ അതുവരെ ഇങ്ങനത്തെ ഫുള്ള് സാധനങ്ങൾ ഉള്ളതാണ് ഈ ലൈന് മൊത്തം. ഇവിടുന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അഞ്ചിക്ക് കാറിൽ വെക്കാൻ വേണ്ടിട്ട് കുഞ്ഞ് ഗണപതി വാങ്ങണം പറഞ്ഞു. നോക്കി ഇങ്ങനത്തെ ഏതെങ്കിലും ഗണപതിനെയോ. എന്താണിത്? ഫാൻസി ബുക്കാ. ഇതുപോലത്തെ എന്റെ കയ്യിലുണ്ടായിരുന്നു പണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കൊറേ ഉണ്ടായിരുന്നു എന്റെ കയ്യില്. ഒരളിയൻ പുറകിലൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം. അളിയന്മാരതാ കഴിച്ച് പോണം. അതാ ഇവിടെ ഫുള്ള് ചന്തകളാണ് അല്ലേ? ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നു. ഞാൻ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല ചെറുതായിരിക്കും. വെച്ചാൽ എന്താണ് ഒരു 4th 5th ആ ഒരു ഇതില്ലേ, ആ ഒരു ടൈമിൽ വന്നതാ. പിന്നെ അങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആ കാലത്ത് ഓർമ്മകളാണ് ഇവിടെ കൂടെ നടക്കുമ്പോൾ. നെക്സ്റ്റ് സത്യമായിട്ട് നെക്സ്റ്റാണ് എനിക്ക്. കാരണം ഫാമിലി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും ഇങ്ങോട്ട്. ഇവിടെ കൂടെയൊക്കെ ഓരോ കൂടെയൊക്കെ ഇങ്ങനെ കയ്യും പിടിച്ച് നടക്കുന്ന ഒരു ഓർമ്മ. ഇവിടെ ഫുള്ള് ചന്തകളാണ്. ഇതൊക്കെ ഇവിടേക്ക് നല്ല ഭംഗിയിട്ടാണ്. ഹായ് കമ്മലി, നല്ല സണ്ടേ. അരവണ പായസം ഇവിടെ കിട്ടാൻ പറ്റാ. അതാ ആണോ? എന്നാ പിന്നെ വാങ്ങണ്ട. ഈ വഴിയില്ലേ, ഈ വഴിയാണ് ആ ബസ് ഇറങ്ങി വരുന്ന വഴി. അപ്പൊ അമ്പലം എവിടെയാണ്? ഓ, അമ്പലത്തിലേക്ക് പോണ വഴി അല്ലാണ്ട് കിട്ടുന്നത്. മറ്റത് തിരക്കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റൂല. ഞാനേ മുന്നേ കണ്ടിട്ടുണ്ട് ഒരു ഇലയിൽ ഒരു ബട്ടർ പോലെ പഴം ഇങ്ങനെ കുത്തി തിന്നുന്ന. എന്താ സാധനം? ഇവിടെയല്ല, ഗുരുവായൂരല്ലേ? ഗുരുവായൂർ. എടാ, വെണ്ണയിൽ പഴം കുത്തി തിന്നുന്നേ ഉള്ളൂ, അത് ഗുരുവായൂരാ. അല്ലല്ല, അതല്ല. പ്രസാദം അല്ലേ? തേങ്ങാക്കൊത്തിട്ടിട്ടില്ല അല്ലേ? തേങ്ങാക്കൊത്തുണ്ടാവും, നല്ല ടേസ്റ്റ്. ഇവിടെ ഇപ്പൊ ഫുൾ ആൾക്കാരായിരിക്കും. അവിടേക്ക് ഞങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇരിക്കും. ഇവിടെ അങ്ങനെ ഇരിക്കും. ഇരിക്കാനൊന്നും സ്പേസ് കിട്ടൂല, ചിലപ്പോഴൊക്കെ കിട്ടുള്ളൂ. ഇവിടെ അല്ലേ ഈ ഒരു പോർഷനിൽ ഉച്ചയ്ക്ക് ഒരു എന്താ പറയാ ലഞ്ച്, ഒരു ചോറ്, മോരുകറി, അങ്ങനെ കുറച്ച് സാധനം കിട്ടാനുണ്ടോ.
എന്താന്ന് പറഞ്ഞൂടാ, ഇവിടത്തെ ആ ഒരു ചോറിനും മോരും ഒരു പ്രത്യേക ടേസ്റ്റാ. എനിക്കിപ്പോഴും ആ ഒരു ടേസ്റ്റ് ഓർമ്മയിലുണ്ട്. ഇതിപ്പോ നമ്മളുള്ളത് അമ്പലത്തിന്റെ ഉള്ളിലല്ല, അതായത് അമ്പലത്തിന്റെ പുറമേ അല്ല, ഇതാണ് ഉള്ളിലെ അമ്പലം എന്ന് പറയുന്നത് ഈ കെട്ടില്ലേ. ഇതിന്റെ ഉള്ളിലാണ് അമ്പലം എന്ന് പറയുന്നത്. ഇതിപ്പോ അമ്പലത്തിന്റെ പുറമേ കൂടാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. ആ പുഴയിൽ നിന്ന് കാല് കഴുകുക, എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് കയറുക. നമുക്ക് എന്തായാലും ചെരുപ്പ് ഊരിട്ടാ ഗൈസ്. വെറുതെ കുറച്ച് നേരം അവിടെ കഥയും പറഞ്ഞിരിക്കാൻ നല്ല രസമാട്ടോ അവിടെ അങ്ങനെ ഇരിക്കാൻ. ഇവിടുത്തെ പ്രസാദമാണ്. മമ്പയറും പിന്നെ തേങ്ങാക്കൊത്തും ഉണ്ടാകും, പിന്നെ ഒരു ഗ്ലാസ് ചായയും കിട്ടും. ഇവിടെ വന്നിരുന്നാൽ അവരിങ്ങനെ കൊണ്ടുതരും. കുറച്ച് മമ്പയർ ഇടുക. തേങ്ങാക്കൊത്ത് കഴിക്കുക. അങ്ങനെ നമ്മളിവിടെ മൊത്തം ചുറ്റി കണ്ട് ചായയും പിന്നെ മുംബൈയും കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോവാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ എന്താ പറയുക, ബോട്ടും ഉണ്ട്, സാധാ ബോട്ടും ഉണ്ട്. പിന്നെന്താ, നമുക്ക് ഫസ്റ്റ് നോക്കി നോക്കാം. ഞങ്ങൾ 6 പേര്. ഈശ്വര, എനിക്കിപ്പോൾ പേടിയാണ്. പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. വലിയ വെയിലൊന്നും ഇല്ല, നല്ല സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം. എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ കയറാൻ പോണ ബോട്ട്. നമുക്ക് കയറാം. അമ്മ, ഞാൻ ആദ്യമായിട്ടാണ് കേറണേ, എനിക്ക് പേടിയാണ്. പിടിച്ചാ പോരെ? അങ്ങനെ നമ്മളെല്ലാരും ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഇതേ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെല്ലാരും ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഇഷ്ടായോ? നല്ല സ്ഥലേ? അവിടെ ഇഷ്ടായോ? സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുക ഗൈസ്. അവിടെ അതാ ജുനുവിന്റെ സൈഡിലാണ് സണ്ണ്. ഒരു സെൽഫി എടുക്കുന്ന തിരക്കിലാണ്. എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്താ? ഞാനതും വെച്ച് അവിടെ സർക്കസ് കളിച്ചോണ്ടിരിക്കുന്നത്. അവിടെ അടിണ്ടാക്കുന്ന ഫോട്ടോ എടുക്കുന്ന രസമല്ലേ എന്നാലും എൻജി. നമ്മളിതേ കറങ്ങി 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 അവസാനം തിരിച്ച് ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടെ തന്നെ നമ്മൾ കയറി ഇവിടുത്തെ എത്തണം കേട്ടോ. അതേ ആ കാണുന്നതാണ് ക്ഷേത്രം. അങ്ങനെ ഗൈസ് നമ്മൾ ബോട്ടിലൊക്കെ കയറി നല്ല രസമുണ്ടായിരുന്നില്ലേ? നല്ല റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ അവിടെ വരെ ചുറ്റി കൊറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂറിന്റെ അടുത്തല്ലേ? 1/2 മണിക്കൂറിന്റെ അടുത്ത്. എന്താ അറിയോ, നമ്മൾ സൺസെറ്റിന്റെ ആ ഒരു ടൈമിലേനു നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പോവാൻ. ഞങ്ങള് പോയത് കറക്റ്റ് സമയം. ഇപ്പൊ സൺസെറ്റ് ഒരുവിധമായി ഇങ്ങനെ വരുന്നത്. നമ്മള് കറക്റ്റ് സമയത്താണ് കയറിയത് ഗൈസ്. ഇനി നമ്മൾ നേരെ ചന്ത എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇവിടുന്ന് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് കൂട്ടുന്നു അല്ലേ? ചെറുപ്പത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഞാനിപ്പോ മേടിക്കും. ചെറുപ്പത്തിൽ നമ്മള് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പൈസ അധികം പറഞ്ഞു നല്ല ചീത്ത കിട്ടും. അല്ല, നമ്മള് പിന്നെ കുഞ്ഞു കുട്ടികളല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത എല്ലാത്തിനും നമ്മൾ വേണം വേണമെന്ന് പറയുമല്ലോ. കളിപ്പാട്ടം പൊട്ടിച്ചു കളയുന്ന പറഞ്ഞാൽ വാങ്ങിച്ചില്ല. കളിപ്പാട്ടം ഞാനത് എപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെക്കുമായിരുന്നു, പക്ഷെ എന്നാലും പൊട്ടിപ്പോവും. സ്വാഭാവികമാണ്. പിന്നെ അത് പ്രായമാവുന്നവരെടുത്തൊക്കെ ആവശ്യമില്ല. പക്ഷെ അത് വാങ്ങിട്ടില്ല ഗൈസ്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ അഞ്ചി പറയുന്നത് പൊട്ടിക്കാനായിട്ട് കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങി കൊടുക്കാം. അതായത് പൊട്ടിക്കുക എന്നുള്ളൊരു സാധനം വരരുത്, പക്ഷെ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. എന്താ പോവാങ്ങ, ഇതൊന്നും ഇപ്പൊ കിട്ടിയിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ഒരു കൗതുകം അല്ലേ? കമ്മലൊക്കെ നല്ലതുണ്ട് ആണല്ലേ? ശരി, കാർ വാങ്ങാൻ പോവാ. കമ്മല്, കറുപ്പ് കമ്മല്. അതില് പോണുണ്ടോ? ഇതില് പോളുണ്ടോ? ഉണ്ടോ? ഇല്ല, ഒക്കെ വേറെ ഏതൊക്കെ ആണ്. എന്താ അത്? ബുദ്ധനോ? എങ്ങനെ 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 ആക്കുന്നു?
നല്ല ഏതെങ്കിലും ഒരു കാർ ബ്ലാക്ക് എടുത്താലോ? ചെറുതിന് ഇതെടുത്താലോ? കൊറേ കുഞ്ഞു കുഞ്ഞു കാറുണ്ട്. ഒരു ട്രെയിന് മേടിച്ച് നൊസ്റ്റോ ട്രെയിന് വെറുതെ മേടിച്ചാ? ചുമ്മാ മേടിച്ചാ? എന്താടാ ഹെലികോപ്റ്റർ പറക്കൂലേ? എനിക്ക് രാത്രി 3 ആളും കൂടെ ട്രെയിൻ സെറ്റ് ആക്കിയിട്ട് അത് ഓടിക്കാന്. ട്രെയിനാ പൊരിയൊക്കെ ഉണ്ട് കേട്ടോ. പൊരി വാങ്ങണേ. ഇപ്പം വേണ്ട, പോകുമ്പോ വാങ്ങാം. എന്താ പറയാ, ഇന്നിട്ട വീഡിയോ ഉണ്ട്. ഇന്നിട്ട വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ഹെയർ കട്ട് ചെയ്യുന്ന അതാട്ടോ നമ്മൾ ഇട്ടത്. ആ വീഡിയോയില് ഞാനും ഇവരും കൂടി തല്ലുവിടുന്ന ഒരു സീനുണ്ട്. അത് കുട്ടികളെ എടുത്തിട്ടിട്ട് കണ്ടോ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. സ്റ്റോറി ആക്കാൻ വേണ്ടിട്ട് തല്ലേറലാണ്. ചെയ്യാൻ സമ്മതിക്കില്ലേ? നമ്മളിപ്പോ അമ്പലത്തിലൊക്കെ പോയി വന്ന് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പൊ നമ്മളെ അച്ഛന്റെ ഫ്രണ്ടിന്റെ ഒരു വീട്ടിലേക്ക് പോവാൻ നിൽക്കാണ്. അതെ, നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോയി തിരിച്ചെത്തി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? വീട്ടിൽ നിന്ന് ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. ഇതുവരെ പുറത്തുനിന്നായിരുന്നു, ഇനി വീട്ടിൽ കഴിക്കാം. അതെ, ഇപ്പൊ ഇതേ ഇവിടെ അമ്മ സ്പെഷ്യൽ നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് ഞാൻ സോറി, നെയ്ച്ചോറ് 5 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി, പന്തി റൈസ് പോലെ ഉണ്ട്, ചിക്കൻ കറിയും ഉണ്ട്. 5 വിചാരിച്ച പോലെ തന്നെ പോലെ തന്നെ ഉണ്ടാക്കിയാണ്. ഉള്ളി കഴിച്ചിട്ട് നോർമൽ അറിയതല്ല. കളറ് മാറണ്ടെന്ന് വിചാരിച്ചെങ്കിൽ തോന്നുന്നു ഉണക്കുമ്പന്തിയൊക്കെ കൂടുതലിട്ട് മതി, അത്ര മതി. എനിക്ക് പപ്പടം വേണ്ട. അങ്ങനെ ഗൈസ്, ഇന്നത്തെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ടയേർഡാണ്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോ നേരെ കിടന്ന് ഉറങ്ങാം. വീട്ടിലെത്തിട്ട് കൊറേ നേരമായി. 11:30 ആവാനായിട്ടോ. അതെ, വീട്ടിലെത്തിയിട്ട് കൊറേ നേരം ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് ഇവര് ഗെയിമൊക്കെ കളിച്ച് പിന്നെ ട്രെയിൻ ട്രെയിന് പാളത്തിൽ കൂടെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കൂടി ഓടുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ബാക്കി വിശേഷങ്ങൾ നാളെ കുറച്ച് അഡ്വഞ്ചറസ് വിശേഷങ്ങളായി നമ്മൾ വരുന്നത്. അപ്പൊ